ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഗൈസ്, ഈ പൂ ആർക്ക് കൊടുക്കും? ഐശ്വര്യ അതോ അച്ചു അതോ ലക്ഷ്മി? ആർക്ക് കൊടുക്കും? കൊറേ പൂണ്ട് കയ്യില് വാലന്റൈൻസ് ഡേ ആയിട്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഇന്നത്തെ ദിവസം പ്രത്യേകം എന്താണ്? വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് നമുക്ക് കൊടുക്കാൻ അശ്ന മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോ നാട്ടിലാണെങ്കിൽ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് പരിപാടി എന്ന് നിങ്ങൾ വിചാരിക്കും. എന്റെ പരിപാടി ഇതാണ്, ഫുഡ് ഉണ്ടാക്കുന്നത്. നമുക്ക് റോസ് തരാനും ആരുമില്ല, കൊടുക്കാനും ആരുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തവി വെച്ചിരിക്കുന്നത്. ഹാപ്പി വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ ആയിട്ട് ആനി രാവിലെ തന്നെ കോളേജിൽ പോയിട്ട് ആനിനെ കോളേജിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യാം. നെട്ടുമല്ലേ കോളേജിൽ പോയിട്ട്. ഈ പൂ എന്താണെന്നറിയോ? ഈ പൂ ആനി രാവിലെ ഒരു ഫോട്ടോയ്ക്ക് റീലിന് വേണ്ടി എടുക്കാണ്ട് ആനി മേടിച്ചു. ഇതിപ്പോ ഞങ്ങൾ മേടിച്ചേക്കെ. ഇപ്പൊ നമ്മുടെ 2 പൂവുണ്ട്. അപ്പൊ അശ്നയ്ക്ക് ഇന്നാലും വാലന്റൈൻസ് ഡേക്ക് അശ്നയ്ക്ക് ആരും ഇതുവരെ ഒന്ന് കൊടുത്തു നടത്തുന്ന ഒരു ഉറപ്പായ വിശ്വാസമുണ്ട്. കാരണം അശ്നയ്ക്ക് ഇവിടെ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല സ്ഥിതിക്കും അപ്പൊ അശ്നയ്ക്ക് നമ്മളായിട്ട് കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാനൊരു ഇവിടുത്തെ ഒരു പേജിൽ നിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്ത് സംഭവം സെറ്റാക്കിയതാണ്. അപ്പോൾ ഇതെന്തായാലും അശ്നയ്ക്ക് എന്ന് കൊടുക്കാം. അശ്ന ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോർമലി അശ്നയായിട്ട് ഒരുമിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ സാധനം ഇവിടെ കൊടുക്കാൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അശ്ന ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ സെറ്റ് ആക്കും. എന്നാലും ഞാൻ ഇത് കഴിഞ്ഞ് ലണ്ടൻ സിറ്റിയിലോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഒരു ചിക്കൻ ഇങ്ങനെ പറയണം. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നഗറ്റ്സ്, ഫ്രൈസ്, ഒരു ബുൾസ, സോസ്, പിന്നെ ബൂസ്റ്റ്. ഇത്രയേ ഉള്ളൂ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നാളെ തൊട്ട് അപ്പം, ദോശ, പൊറോട്ട, ചിക്കൻ ഉണ്ടാക്കുമായിരിക്കും. എനിക്കറിയാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ പോവാണ്. അപ്പൊ ആ സ്ഥലത്ത് അവിടെ ആയിരിക്കും ജിത്തോച്ചാന് പറഞ്ഞത് എന്ത് വാലന്റൈൻസ് ഡേ എന്തെങ്കിലുമൊക്കെ ആയവാണോ. അപ്പൊ നമുക്ക് അവിടെ പോവാം. എന്താണ് എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് കണ്ടറിയാം. ജിത്തോച്ച എനിക്ക് എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാലന്റൈൻസ് ഡേ ജിത്തോച്ച എനിക്ക് തന്നില്ലെങ്കിൽ എന്തായാലും തരുമായിരിക്കും. ഒന്നും തന്നില്ലെങ്കിലാണ് സീനാൻ പോണത്. ഞാൻ എൻ്റെ ഒന്നില്ല, ഞാൻ കൈ വീശി പോവാണ് ജിത്തോച്ചാനൊന്നും കൊടുക്കാൻ. വലിയതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വലുത് തന്നില്ലേ എനിക്ക് ചിലപ്പോ വിഷമായാലാ. അതുകൊണ്ട് ഞാൻ വലുതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ജിത്തോച്ചാനെങ്കിലും തരണ്ടേ, എനിക്ക് നമുക്ക് ആരെങ്കിലും ഒന്ന് തരണ്ടേ വാലന്റൈൻസ് ഡേ. അല്ലെ ഇറക്കി വിടോ എന്തോ. അപ്പൊ ഗൈസ്, എന്താണെങ്കിലും നമുക്ക് അവിടെ പോയി കാണാം. ഗൈസ്, ആനിയുടെ കോളേജിലെത്തി. പിള്ളേരെ നോക്ക്. ആനി വരുന്നു. വാലന്റൈൻസ് ഡേ ആയിട്ട് റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നത് ഗൈസ്. വീട്ടിൽ നാച്ചുറൽ, കോളേജിൽ മോഡേണും. എന്ത് ചെയ്യാന്, കോളേജിലൊക്കെ പിന്നെ അതുപോലെ വരാൻ പറ്റുമോ? വീട്ടിൽ ആനി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്നലെ ഇവൾക്ക് കുറെ സമയമായിട്ട് റോസ് മേടിച്ചു വെക്കുന്നു. എങ്ങനെയെങ്കിലും റോസ് മേടിച്ചു വെക്കാൻ ആനി രാവിലെ തന്നെ റോസ് മേടിച്ചു വെക്കുന്നു. കഥാനായകൻ ദാ വരുന്നു. ഇനി വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കൂ പ്ലീസ്, ടേക്ക് യുവർ സീറ്റ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. ജിത്തുച്ചനെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ചെറിയ കുഞ്ഞു സമ്മാനങ്ങൾ. അശ്നയെ ഹാപ്പി ആക്കുക എന്നതാണ് ജിത്തുച്ചന്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പോളിസി. അത് എന്ത് ദിവസങ്ങളായാലും നാട്ടിലത്തെ ഒരു സംഭവം അശ്നെ മിസ് ചെയ്യരുത് എന്നുള്ളത് അതിന്റെ ഒരു നിർബന്ധമാണ്. പക്ഷെ അശ്നെ ബസ് കയറി ട്രെയിൻ കയറി വേണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ. അങ്ങനെ ഞാൻ ലണ്ടൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് പരിപാടിയായിട്ടൊന്നും കാണുന്നില്ല. വന്നപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ കണ്ടു. ഇവിടെ കപ്പിൾസ് ഒക്കെ വന്നിരിക്കുന്ന പരിപാടിയാണ്. പക്ഷെ ഇവിടെ കപ്പിൾസിനെ ഒന്നും കാണാനില്ല, എല്ലാം സിംഗിൾസ് ആണ്. ഫസ്റ്റ് സിംഗിൾ, സെക്കൻഡ് സിംഗിൾ. വാലന്റൈൻസ് ഡേക്ക് എനിക്ക് റോസ് കൊണ്ടുവരാറില്ല. ഞാൻ തന്നെ ഇന്നലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ സ്വന്തം പൈസ കൊടുത്ത് റോസ് മേടിച്ചു. അത് മേടിക്കാതിരിക്കാൻ എന്തൊക്കെ കഷ്ടപ്പെടാൻ അറിയാം. ഇന്നലെ മേടിച്ചെടുത്ത് ഞാൻ ഇവള് 3-4 പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അങ്ങനെ ആനി എനിക്ക് ഉറക്കം എത്ര പ്രാവശ്യം മാറ്റി വിട്ടെന്നറിയാമോ. ഇത് രാവിലെ വന്നപ്പോ റോസിനെ മേടിച്ചോണ്ടിരിക്കുന്നു. അത് വേണ്ട, ഇത് കൊള്ളാം. ആനി മേടിച്ച റോസ്. അയ്യോ, എനിക്ക് നാണ വരുന്ന ആനിയുടെ ഫ്രണ്ട്സ് ഒക്കെ നിൽക്കുന്നു. നമുക്ക് കോളേജിൽ പുറത്ത് പോകാൻ. എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. എത്ര മണിയുണ്ടോ? ഒരു 7:30 വരെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇന്ന് വാലന്റൈൻസ് പിന്നെ പൊളിക്കണ്ടേ? എടാ, സിംഗിൾസിന് എന്ത് പൊളിക്കാനടാ? കഴിഞ്ഞ 2 ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുക. ഇപ്പൊ തന്നെ മിങ്കിളാവാം. വാലന്റൈൻസ് ഡേക്ക് എങ്ങനെ സിംഗിൾസ് പൊളിക്കണമെന്ന് കാണിച്ചു തരാം. നിനക്ക് വിരോധമില്ലെങ്കിൽ ഈ വാലന്റൈൻസ് ഡേക്ക് നീ വിചാരിച്ചത് എനിക്ക് എന്തെങ്കിലും വിട്ടോ. ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വരാം. ഞാൻ ഇതും കൊണ്ട് പോവാം. അപ്പൊ അവര് റിയാക്ഷൻ
അശ്നക്കുട്ടിക്ക് ഇനി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കൊടുത്തു നോക്കാം. ലൈക്ക് ഹാമ്പറും സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കൊടുത്തു നോക്കിയിട്ട് അശ്നക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്നാണ് നമുക്ക് അറിയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ മണ്ടയിൽ കൊട്ടുള്ളൂ. കാരണം ജിത്തു അതിനനുസരിച്ച് കഷ്ടപ്പെട്ടു. ചെറിയ ചെറിയ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഗൈസ് ഞാൻ. എന്തോ അതൊക്കെ ഞാൻ ഒപ്പിച്ചായിരുന്നു. ഞാൻ എഴുതിയൊന്നുമല്ല അത്. അപ്പൊ വേറെ ആരോ കൊടുത്തിട്ടിരിക്കണം ഹാപ്പി വാലന്റൈൻസ് ഡേ ഐ ലവ് യു. അങ്ങനെയല്ല അശ്ന, ഇത് എന്താണെന്ന് മനസ്സിലായി സംഭവം എന്താണ് നടക്കാൻ പോണെന്ന്. സംഭവം നടക്കാൻ പോണെന്ന് വെച്ചാല് ഇനി നമ്മൾ ഇതെങ്ങനെ എടുക്കുന്നു. ഇനി എന്റെ വാലന്റൈൻ കൊണ്ട് കൊടുക്കാൻ പോകുന്നു. ഇവിടെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഒരു ബ്രില്യന്റ് ഈ പൂ കൊടുത്ത് ആരെങ്കിലും കറത്തടിക്കുന്നത് തോന്നുന്നുണ്ടോ? നോ വേ. ഒരു ജോർജ് പെണ്ണിന് ഹേ മാലിനി, ഹേ മാലിനി, ഞാൻ കൃഷ്ണൻ. നീ എവിടെ ആ സംഭവം ബാക്കി സംഭവം എന്തായിരിക്കും? പിന്നെ കണ്ടാ പറഞ്ഞു തുറ അങ്ങോട്ട്. ഞാൻ ഒരിക്കലും തുറക്കാതിരിക്കാനുള്ള കെട്ടിട്ട് വെച്ചിരിക്കുന്നു. ഒരു 5 മിനിറ്റ് എടുക്കും. ടു എറ്റേണിറ്റി ലേറ്റർ. ജിത്തുചത്തിന്റെ ഹൃദയമാണത്. നോക്കട്ടെ, സാധനം നോക്കട്ടെ. ഇതാണ് ഞാൻ കണ്ടിട്ടില്ല, കാണാൻ പോണതേ ഉള്ളൂ. തിരിച്ചു പിടിച്ചിരിക്കുന്നു, തല തിരിച്ചു പിടി. നോക്കട്ടെ ഞാൻ. നോക്ക്. എനിക്ക് ഫോട്ടോ ഫ്രെയിം തന്നിട്ടുള്ളതില്ല, ജിത്തോചാനാണ്. എങ്ങനെയുണ്ട്? എന്റെ ജീവിതത്തില് ഒരു ഫോട്ടോ ഫ്രെയിം ആരോ വരച്ച് ഇതാക്കി സെറ്റ് ആക്കുന്ന ജിത്തോചാൻ. എല്ലാരും ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുട്ടി ഫ്രെയിം. കണ്ണേ ആരാരോ കണ്ണ് തീർത്തുള്ളികൾ ചെറുതായിട്ട് പൊഴിയുന്നുണ്ടോ? ശരി. ഗിഫ്റ്റിലോട്ട് പോകാൻ ഇതില്ല. എങ്ങനെയുണ്ട് തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത സ്ഥാനം ഒരെണ്ണം കൊണ്ടുണ്ട്. അങ്ങനെയല്ല പറയണേ. ജിത്തുചന്റെ ഗേൾഫ്രണ്ടായിട്ടും വൈഫായിട്ട് വരുന്നവർക്ക് ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. അത് പറഞ്ഞു. ശരി നീ സാധനം തുറ, ബാക്കി തുറന്നു പറയും. വാങ്ങിച്ചിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ല. ഞാൻ മെയിനായിട്ട് വന്ന ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ എന്ത് കാണിച്ചു തരാനെന്ന് അറിയോ? നിങ്ങൾ ലണ്ടനായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതാണ് ഗൈസ് ലണ്ടൻ ഐ. ഇപ്പോൾ ഇതിൽ എന്തായിരുന്നാലും ഒരു ദിവസം ഞാൻ കയറും. ഇപ്പൊ ഞാൻ കയറുന്നില്ല. 2-3 ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാറുണ്ട്. ഓസ്ട്രിയൻ ഡേ. അപ്പൊ അവിടെ പോയി 2-3 ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് സിംഗിൾസ് എന്ത് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കപ്പിൾസ് അല്ല, സിംഗിൾസ്. ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ്. ഞാൻ ഈ ഏരിയ വന്നപ്പോൾ കുറച്ച് കപ്പിൾസിനെ കാണുന്നുണ്ട്, പക്ഷെ അവരിനെ എടുക്കാൻ പറ്റത്തില്ല. പ്രൈവസിന്റെ ഭാഗമായതുകൊണ്ട് അതൊന്നും ഞാൻ എടുക്കുന്നില്ല. കുറച്ച് സീൻസ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടു നിൽക്കാനേ പ്രാപ്തിയുള്ളൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കപ്പിളായിട്ട് വരേണ്ട സമയത്ത് തൈപ്പനുമായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ അവസ്ഥ ഒന്നാലെങ്കിലും ലണ്ടനിൽ കപ്പിൾസ് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സിംഗിൾസ് എന്ത് ചെയ്യുമെന്നുള്ള കാര്യം കുറച്ചൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കും, ഇങ്ങനെ വരും, സ്ഥലം എക്സ്പ്ലോർ ചെയ്യും, കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കും, പോസ്റ്റ് ചെയ്യും. അതിൽ ചിലപ്പോൾ എല്ലാവരും സെറ്റ് ആയാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഞാൻ വരാം. ഞാൻ ജാക്കറ്റൊക്കെ മാറ്റി. മൈ ബോയ് പറഞ്ഞു വാലന്റൈൻസ് ഡേ ആയിട്ട് എന്ത് പ്രത്യേകത? ഒന്നും പറയാനില്ലേ മൊത്തത്തിൽ ഗൈസ്, ഒന്നും പറയാനില്ല. ഞങ്ങൾ രണ്ടും സിംഗിൾ ആയതുകൊണ്ട് പിന്നെ ഗൈസ് എന്റെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് സൂപ്പർ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു ഉറക്കറങ്ങിയപ്പോ രാത്രിയായി. ഗൈസ് ഇതിലുള്ള മുഖ്യ പൂവില്ല അതിൽ. ഇല്ല, ഞാൻ എന്റെ സ്നേഹം എല്ലാവർക്കും പകർന്നു കൊടുത്തു, ഓരോ പൂവായിട്ട് കൊടുത്തു. ഞാൻ കഷ്ടപ്പെട്ട് സ്നേഹം എല്ലാം കൊണ്ടുകൊടുത്തപ്പോ എന്റെ സ്നേഹം ഇവിടെ വേറെ ആർക്കെങ്കിലും കൊടുത്ത്. അങ്ങനെയെങ്കിലും എന്റെ സ്നേഹം ആർക്കെങ്കിലും കിട്ടിയില്ലേ ഗൈസ്? അത് കൊടുത്തല്ല സീനിയേഴ്സിനാണോ ചേച്ചിമാർക്ക്? എല്ലാവർക്കും കൊടുത്തു. റീറ്റ കൊടുത്തു. റീറ്റ വേണ്ടെന്ന് പറഞ്ഞു, നിന്നെ റിജക്ട് ചെയ്താ. ഞാൻ നല്ല കുട്ടികൾക്കേ കൊടുക്കുള്ളൂ, എന്നെ കുറച്ച് ലുക്കൊക്കെ ഉള്ള. ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് മേടിച്ചു തരും, നീ എനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചു തരണം. ഓക്കെ അല്ലേ? ഡി ഓക്കെ അല്ലേ? നമുക്ക് മേടിച്ചു തരാൻ വേറെ ആരും ഇല്ല ഗൈസ്. ഓക്കെ, മുട്ടി പിന്നെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഐഫോൺ എടുത്തിട്ടോ. ഗൈസ് എനിക്ക് എന്ത് മേടിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഷൂസോ ബാഗ് അങ്ങനെ എന്തെങ്കിലും എടുത്താൽ, പക്ഷെ അത് വാലന്റൈൻസ് ഡേക്ക് വെറുത്തല്ലോ. എന്തെടുക്കും ഗൈസ്? എന്തോന്ന് വാങ്ങിക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഐഡിയ ഇല്ല. അവനെന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തോ വാങ്ങിച്ചാലേ അവന് ഇഷ്ടപ്പെട്ടു. അവന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊള്ളത്തില്ല. ഡ്രസ് നെക്സ്റ്റ് എന്റെ കൂട്ടല്ലേ കൂട്ട്.
നോക്കി 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 നോക്കി. ഇതിന്റെ അകത്ത് സാധനം ഉണ്ടാവും. പിന്നെ അല്ലാണ്ട് സാധനം ഇല്ലെന്ന് വിചാരിച്ചു നീ. ഓ, അത് തുറക്കങ്ങോട്ട് വലിച്ചങ്ങനെ ഇടുക്കിച്ചു. അതങ്ങനെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് വരുന്ന പരിപാടിയായിരുന്നു. എനിക്കത് അറിഞ്ഞൂടായിരുന്നു. ഇത് ഇവളെല്ലാം സർപ്രൈസ് കൊടുത്ത അവർക്ക് ചെയ്യാറുണ്ടൂടാ. ഞാൻ തന്നെ സെറ്റാക്കി. ഇങ്ങനെ നോക്കടാ. നമുക്ക് കറക്കണം. നിങ്ങൾ എല്ലാരും കാത്തിരുന്ന ആ നിമിഷം. ശരി ശരി, അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കും. അതെന്താന്നറിയോ? ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ സെന്റഡ് ക്യാൻഡിൽ. കുളിക്കും വല്ലപ്പോഴും കൂടെയാണ് കുളിക്കുന്നതെങ്കിൽ, വല്ലപ്പോഴും കൂടെ കുളിക്കുന്നുള്ളതുകൊണ്ട് ഈ ക്യാൻഡിൽ 2 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. ഇങ്ങനെ തന്നെ ഉണ്ടോ? സൂപ്പർ സൂപ്പർ. എനിക്ക് ഇതുപോലത്തെ ഒന്നും ആരും വാങ്ങി തന്നിട്ടില്ല. ചോക്ലേറ്റ്സ്. അത് നേരത്തെ ബട്ടർഫ്ലൈന്റെ കൂടെ വരേണ്ട തെർമോക്കോളൊക്കെ ആയിരുന്നു. അതൊക്കെ കൊണ്ട് ചുരുത്തി വെച്ചിരിക്കുന്ന അവളവിടെ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഗൈസ്. ചോക്ലേറ്റ്സ് ഇല്ലാതെ നമുക്ക് ഇത്ര ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല ഗൈസ്. അവിടെ നിന്ന് ഒരു സാധനം കണ്ടില്ല, ഇഷ്ടപ്പെട്ട് കയറിയപ്പോ 110 രൂപയാണ്. ആനി എന്നെ ഇടിക്കും, അതൊക്കെ മേടിച്ചെടുത്ത. അവന് മുന്നേ നമ്മൾ എത്തണം. അവന് ഡ്രസ്സ് വേണ്ട, നമുക്കില്ലേ വാച്ച് നോക്കിയാൽ അവന് നല്ല വാച്ച് ഇല്ല. നമ്മളില്ല അബിന് നല്ലൊരു വാച്ച് നോക്കിക്കൊണ്ടിരിക്കണേ. കൊള്ളായിരിക്കും, അവന് ചേരും. അവൻ ഇങ്ങനത്തെ സിൽവർ ടൈപ്പ് ഇങ്ങനത്തെ സാധനമൊന്നും ഇല്ല. മൂഞ്ചി ആനി എന്നെ വെട്ടും. എല്ലാ കടയും പൂട്ടി ഗൈസ്. ലാസ്റ്റ് റിങ്ങിൽ വന്ന് അവസാനിച്ചു. റിങ് എടുക്കാൻ വന്നപ്പോ കട പൂട്ടി, എല്ലാ കടയും പൂട്ടി ഗൈസ്. ഗോൾഡ് കിട്ടില്ലെങ്കിൽ നമുക്ക് സിൽവറിനല്ലേ നോക്കാം ഗൈസ്. വാച്ച് ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി പ്രൈസ് കുറവാണ്. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ വാങ്ങിച്ചാലും. ഗേൾസിന്റെ ഒരു സാധനം കണ്ടുപിടിക്കാൻ ഭയങ്കര പാട് കണ്ട. എനിക്കാണെങ്കിൽ ഒരു റിമോട്ട് കാർ ഹാപ്പി ആവും. നമ്മൾ ഈ 2 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇത് 2 ഒരുമിച്ചാണ് ഇടേണ്ട. ഇത് മാത്രം പോലെ ഗൈസ്, കുറച്ചൊരു സാധനങ്ങൾ എടുക്കണം, അപ്പൊ അവൾ ഇംപ്രസ് ആവുള്ളൂ. അബിനാണെങ്കിൽ കോളേജ് ട്രിപ്പിന് പോകാൻ പോണേ. അപ്പൊ അതിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാലും. അവ എവിടെ ട്രിപ്പിന് പോണ്? പക്ഷെ ഇത് പെണ്ണുങ്ങൾ ഗോവയിൽ അവൻ ഇട്ടിട്ട് പോകാൻ പറ്റിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താലോ. വാലന്റൈൻസ് ഡേ ആയിട്ട് ഭയങ്കര തിരക്ക് കണ്ട. ഇതൊക്കെ കേറി ക്യൂ നിൽക്കുന്നു. ഞാൻ ഇപ്പോഴെല്ലാം കേറിയാ ഇന്നൊന്നും തിരിച്ചറിയത്തില്ല. ഭയങ്കര തിരക്കുണ്ട്. മറ്റേ നമ്മളുടെ മാനവീയവും പിന്നെ കൊച്ചിയിലുള്ള മറ്റേ വാക്കിംഗ് സ്ട്രീറ്റ് ഇല്ലേ, അതേ കണക്കത്തെ ഒരു സ്ട്രീറ്റാണിത്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ്. പണ്ടേ തൊട്ട് എന്റെ പേരിൽ ഈ ബെൻ എന്ന് പറയുന്നുണ്ട്. അത് വന്നിട്ട് എന്റെ പപ്പേന്റെ പേരിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ബെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബെൻ എന്ന് വെച്ചാൽ പേര് കേട്ട് മിക്കവരും പറയുന്നത് ഇതെന്തോന്ന് ബിഗ് ബെൻ ആണോ ഞാൻ ആലോചിച്ച് ബിഗ് ബെൻ എന്തായിരിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിഗ് ബെൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലണ്ടനിൽ ഇരിക്കുന്ന ഒരു ടവറാണ്, ക്ലോക്ക് ടവർ കണക്കിരിക്കും. അപ്പോൾ അതെന്റെ മുമ്പിൽ കാണുന്നുണ്ട്. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത് കാണുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നുണ്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. ഇതാണ് ഇത്. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാനുള്ളവരൊന്ന് കമന്റ് ചെയ്ത് എന്ത് ബിൽഡിംഗ് ആണെന്നുള്ളത്. ബിഗ് ബെന്നിന്റെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് ആ ബിൽഡിംഗ്. അമ്മേ, ഗേൾസിന്റെ ഡ്രസ്സ് കണ്ടുപിടിക്കാനുള്ള പാട് കണ്ട. എനിക്ക് ഗേൾസിന്റെ ഡ്രസ്സ് ഒന്നും കണ്ടുപിടിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒരു സാധനം കണ്ടുപിടിച്ച് ഗൈസ് എടുത്തത് എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ ഇത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. ഈ ബാഗ് കൊള്ളാം, ബ്ലാക്ക് കളർ. നമുക്ക് ഈ ബ്ലാക്ക് ബാഗ് എടുക്കാം. ചെറുക്കാൻ പോയി ഗോവ അങ്ങ് എൻജോയ് ചെയ്തിട്ട് വരട്ടെ. സമയം സത്യം പറഞ്ഞാൽ 11 മണിയായി. ലുലു ഇപ്പൊ അടക്കി. നമ്മൾ ഷോപ്പിംഗ് തുടങ്ങിയത് 10 മണിക്കായിരുന്നു. കുറച്ചുകൂടി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നിറയെ സാധനങ്ങൾ എടുക്കായിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പ്യുവർ ഗോൾഡ് എടുത്ത് കൊടുക്കായിരുന്നു. ഒരു ഗോൾഡ് റിംഗ് ഒക്കെ ആനി ഇട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ നല്ലതല്ലേ. ഞാൻ ഇല്ല അതിന് വേണ്ടിയിട്ട് 2 ഡ്രസ്സ് എടുത്തേ. പക്ഷെ എനിക്ക് 2 ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ ഒന്ന് അവന് വാങ്ങിച്ചു കൊടുത്താൽ മതി. 2 വേണമെന്നൊന്നും ഇല്ല. അവൻ എന്ത് മേടിച്ചത് എനിക്ക് അറിയത്തില്ല. അവന്റെ ഊള സാധനം എടുത്തിട്ട് വരുമ്പോഴാണ് എന്റെ ഒരു പേര്. ഞാൻ അബിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അവൻ എന്റെ സാധനം മേടിച്ചിട്ട് അവിടെ വരെ നമുക്ക് അവിടെ നിന്ന് അവന് കൊടുക്കാം. ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും എന്റെ ഒരു സ്നേഹ സമ്മാനം. ഗൈസ്, അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം. എനിക്ക് ഒരു സാധനം എന്റെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് ഇപ്പോഴേ പറയാം, പൂക്കി. ഗൈസ്, എല്ലാ ഗേൾസും ഇതിൽ വീഴുമെന്ന് എനിക്ക് അയ്യോൾ കണ്ടു. ഞാൻ ഒരു കവറിൽ നിന്ന് മേടിച്ചോണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് കയറി മേടിച്ചോണ്ടിരിക്കുന്നു. എന്ത് മേടിച്ചാണ് എന്ത് കണ്ണ് അങ്ങോട്ടേ പോണ്. കുഞ്ഞു പിള്ളേർ സാധനങ്ങൾ നോക്കി വരുമല്ലോ. 2 വാലന്റൈൻസ് ഡേ ആയിട്ട് ഭയങ്കര ചില്ലടി തന്നെയല്ലേ. 2 എത്ര വയസ്സായി എനിക്ക്, എന്നിട്ട് ഇത്ര 2 വാലന്റൈൻസിനെ മാത്രം ആഘോഷിച്ചിരിക്കുന്നു. ഇതുവരെ ഒരു വാലന്റൈൻ ഡേ പോലും ആഘോഷിക്കാത്ത അവിടെ ഒരു പാട്ടുള്ളതുകൊണ്ട് ജീവിച്ചു പോണ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇനി എല്ലാ വാലന്റൈൻസ് ഡേക്കും ഇങ്ങനെ തരണേ ദൈവമേ എല്ലാരെങ്കിലും.
നമ്മളെ ചാട്ടം എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇതുവരെ. എക്സ്പീരിയൻസ് ചെയ്യുന്ന ആരിലൂടെ? നമ്മുടെ ചേട്ടന്മാരിലൂടെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അനിയത്തിമാർക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. അച്ഛാന്റെ അടുത്തല്ലേ പറയുന്നത്, അതൊന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഗൈസ്, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിമാർക്ക്, അമ്മമാർക്ക്, അച്ഛന്മാർക്കൊക്കെ വാങ്ങിക്കൊടുക്കുക. നമ്മുടെ പ്രതീക്ഷയിൽ വാലന്റൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും കൊടുക്കാന്നാണ്. 2 ഗേൾഫ്രണ്ടോട് സെറ്റ് ചെയ്യണം. കിട്ടിയ ഗിഫ്റ്റിലായിട്ട് ഇഷ്ടപ്പെട്ടത് തോന്നും ഫ്രെയിമല്ലേ? മനസ്സറിയുന്ന ഒരാളുണ്ട് ഇവിടെ. ആരാണ്? എന്തായാലും ഒരുങ്ങി കെട്ടി വന്നു, ലിസ്റ്റിലേക്ക് വന്നു. കുറച്ച് റീലും ഫോട്ടോ എടുത്തിട്ട് പോവാം. റീലും ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എന്നാലും ഞാൻ നോക്കാം, അല്ലേ ട്രൈ ചെയ്യാൻ നോക്കാം. പക്ഷേ വാലന്റൈൻസ് ഡേ ആയിട്ട് ഇനിയിപ്പോ ശരി 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 നാട്ടിലാന്ന് ഡിജെടുത്തില്ല. അപ്പോൾ ഗൈസ്, എനിക്ക് വാലന്റൈൻസ് ഡേ എത്രത്തോളം കൊള്ളാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നത്തെയും പോലെ ഒരു ദിവസം ഇന്ന് കറങ്ങി അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. എന്തായാലും പോയി കഴിക്കണം. ഇനി എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചെന്ന് ഞാൻ അഭിന് ഗിഫ്റ്റ് വാങ്ങിച്ചത്. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമോ? ഓ ഗൈസ്, നമ്മുടെ ലുല്ലുല് വെച്ച് നമ്മുടെ ഗിഫ്റ്റ് മാറി കൊടുക്കാൻ പോകുന്നു. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ഓക്കെ, ഫസ്റ്റ് ഞാൻ തരാം. കണ്ണടക്കി അടച്ചായി. ഒരു കാര്യം ചെയ്യും, വല്ല പച്ച കളറിനടുത്ത് എനിക്ക് ഇന്ത്യ ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ കണ്ണടക്കി ഇഷ്ടപ്പെട്ടില്ലേ? സത്യമായിട്ട് പറ, എന്റെ ഒരു പ്രതീക്ഷ ഈ സാധനം മാത്രമായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? അടുത്തേര് പിടിക്കും ഗൈസ്, ഞാൻ അടുത്തേര് പിടിക്കും. കണ്ണൂരൊക്കെ നൈസ് അല്ലേ? ഇത് 2 ചെയിൻ ഒരുമിച്ച് ഇടണ്ടേ? അതെങ്ങനെ ഇടും? ഇഷ്ടപ്പെട്ടാ? കൊള്ളാം. ചെയിൻ ആണോ? 1 man സക്സസ്ഫുൾ. ചെയിൻ നൈസ്, കൊള്ളാം. അങ്ങനെ 3 എണ്ണത്തി ഗൈസ് ഒരെണ്ണം ഇഷ്ടപ്പെട്ട്. അടുത്ത എന്റെ ലാസ്റ്റ് ഗിഫ്റ്റ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇല്ലടാ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഡ്രസ് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു ഗൈസ്. കണ്ട ഗൈസ്, അടുത്തൊരു ഞാൻ തീപ്പൊഴി സാധനമാണ് കൊടുക്കാൻ പോകുന്നത്. കണ്ണടക്കി കണ്ണു തുറക്കാനി. എന്താ എനിക്ക് അവിടെ ഇത് 2 മാച്ച്. എങ്ങനെയുണ്ട്? റോസ് ഗോൾഡ് ആണ് ഗൈസ്. ഇത് ഗോൾഡ് അല്ല, സിൽവർ ജ്വല്ലറി. ഞാൻ വിചാരിച്ചു ഗോൾഡാ. പക്ഷെ കൊള്ളാം. രാത്രി 10 മണിക്കെന്ന് പറഞ്ഞ ഗോൾഡ് കടയൊക്കെ പൂട്ടി. ഇഷ്ടപ്പെട്ടാ? കൊള്ളാം. അടുത്ത ഞാൻ കണ്ണടക്കാം. എന്റെ ഗിഫ്റ്റ് ഇത് ചട്ടമ്പീന്ന് അയച്ചതാ നിനക്ക്. ഓ, ഇത് പുറത്തുണ്ടായിരുന്നു, ഞാൻ മേടിച്ചിട്ടുണ്ട്. ചട്ടമ്പീസ് എന്റെ അടുത്ത് പറഞ്ഞു. നല്ല ബാക്ക്ഗ്രൗണ്ട് തന്നെ കിട്ടിയത്. താങ്ക്സ്. അങ്ങനെ എനിക്ക് വാലന്റൈൻസ് ഡേക്ക് പൂ കിട്ടി. താങ്ക്സ് ചട്ടമ്പീസ്. ഞാൻ വിചാരിച്ചില്ല ഇത് കിട്ടുമെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പൂ കിട്ടുന്നത്. അപ്പോൾ താങ്ക്സ് ലോട്ട്. വാലന്റൈൻസ് ഡേന്റെ അന്ന് എനിക്കും പൂ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ഇനി എന്തായാലും ഞാൻ കീപ്പ് ചെയ്യും. കുറച്ച് ദിവസമെങ്കിലും ഞാൻ കീപ്പ് ചെയ്യും. ഇത് വാടാതെ നോക്കേണ്ടത് എന്റെ കടമ. അപ്പൊ ഞാൻ ഇതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വയ്ക്കാം, സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും എത്ര കാലം അത് പോകുമോ അത്ര കാലം ഞാനേ കൊണ്ടുപോകും. ഭയങ്കര തണുപ്പ്. ഒരു ചായ അടിക്കാൻ പോയാലോ? പുതിയൊരു ചായ കടയൊക്കെ തുറക്കിട്ടെന്ന് തോന്നുന്നു. പോയിട്ടില്ലെന്ന് തോന്നുന്നു. കോഫി ഉണ്ട്, കോഫി ബൂസ്റ്റ് അതൊക്കെ അവിടെ കണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ചായത്ര കുടിച്ചോളൂ. ഒരു ടീ സാപ്പിട്ട് പോയാലോ? ക്യൂരിയോസിറ്റിയാണ്. ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ എനിക്ക് മറക്കാൻ പറ്റാത്ത വാലന്റൈൻസ് ഡേ ആയിരിക്കണം കേട്ടോ ആനി. അബി, നിനക്ക് ഞാൻ ഒരു വലിയൊരു സർപ്രൈസ് ആണ് ഒരുങ്ങുന്നത്. ഓക്കെ,
2 1 ഗോ. തുറക്കട്ടാ. ഞാൻ ഗോവ പോകണ ഞാൻ വെച്ച് ഇനി സൂട്ട് കേസ് ഒക്കെ തൂക്കിക്കൊണ്ട് പോണല്ല, കഷ്ടപ്പെട്ട് ഒരു ബാഗ് മേടിക്കും. ബാഗ് അഭിന്റെ മൈൻഡ് എനിക്കറിയാം. അവൻ ഇന്നലെ എന്തൊരു പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്, ആനി ഒരു ബാഗ് ഉണ്ടാ എനിക്ക് ഗോവയിൽ പോവാൻ. ഞാൻ വിചാരിച്ചു നമ്മള് മറ്റേ എയർപോർട്ടിലേക്ക് പോകാൻ സൂട്ട് കേസ് ഇല്ലേ, അത് കൊണ്ടുപോകാനാണ് ആദ്യം വിചാരിച്ചത്. ഇപ്പൊ ഒരു ബാഗ് ആയി ഗൈസ്. കൊള്ളാം, ഹാപ്പി. തീർന്നില്ല അഭി, കൺക്ലോസ്. ഓക്കേ അഭി ഐസ് ഓപ്പൺ. സത്യം പറയും, നിനക്കിടാനല്ലേ മേടിച്ചേ? ഓക്കെ, ഗോയിപ്പോ അടുത്ത ഡ്രസ്സായി. ഞാനേ ഷർട്ടൊക്കെ കിഡ്സ് സെക്ഷനാക്കാണ് എങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കണേ. മീഡിയം സൈസും കൊണ്ട് വന്നേക്കുന്നു. അഭി ഓപ്പൺ. വിചാരിച്ചില്ല മേടിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടാ? ഇത് ഞാൻ മേടിച്ചെന്ന് പറയല്ലോ, ചാത്തനാണ്. ബ്രാൻഡ് സാധനം. അവന്റെ മോതിരം എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ കയ്യിൽ ചേരുന്നു. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ ഞാൻ കണ്ണടച്ചോണ്ടിരിക്കുന്നു. ഞാൻ മൂന്ന് സാധനം തന്നെ മേടിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, 3 സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മേടിച്ചു കൊടുത്തത് എനിക്ക് ആര് മേടിച്ചത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പഴും എനിക്ക് ആ ഡ്രസ്സിന്റെ കളർ മൈൻഡിലിരിക്കുന്നത്. അതെന്തോന്ന് കളറ്? ഇതിപ്പോ നല്ലതായിട്ടിരിക്കും. ഞാൻ എന്നിട്ടാലും സൂപ്പറായിട്ടല്ലേ ഇരിക്കും. ഞാൻ ഡ്രസ് ചെയ്യുമ്പോ ഞാൻ എനിക്ക് ഡ്രസ് ഇടാം. കുറച്ച് വലുതേ, കുറച്ച് വലുതെന്നാ എന്റെ കുടുംബത്തിന് മൊത്തം കേറാം. എല്ലാം കഴിഞ്ഞു. ചായക്കടയിൽ കുറച്ച് തിരക്കായി പോയി, പിന്നെ പാട്ടും വൈബൊക്കെ ആയിരുന്നു. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. ജിത്തുച്ചാനെ ഞാൻ വേറെ സ്ഥലത്താണ് താമസം, അതാണ് ഞാൻ ഒറ്റയ്ക്ക് പോകണം. ചെറിയൊരു വീഡിയോ. എന്തായാലും വാലന്റൈൻസ് ഡേ കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ ഞാൻ ഒരിക്കലും ഈ വാലന്റൈൻസ് ഡേ മറക്കത്തില്ല. നൈസായിരുന്നു. ഒരുമാതിരി നിന്റെ ഗേൾ ഫ്രണ്ട് നിനക്ക് ഗിഫ്റ്റ് തരാത്തത് പോലെ. പണ്ടൊരു ഗേൾ ഫ്രണ്ട് 2 ദിവസം മുന്നേ. ഇത് കട്ടേ ഗോകുല പാല ബാലക ഗോപിക മരുട കാമുക